അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കടുത്ത ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഒടുവിൽ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വൈറ്റ് ഹൗസിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. അതായത് യുദ്ധം തുടങ്ങിയിട്ട് ആ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് ട്രംപ് വരുത്തി തീർക്കാൻ നോക്കുമ്പോൾ ലോകം കാണുന്നത് ഇറാന്റെ മുന്നിൽ ട്രംപ് മുട്ടുമടക്കുന്നതാണ്, ഇറാന്റെ കാര്യങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെ ഇറാന്റെ വിജയം എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് പോവുകയാണ്. ഇറാന്റെ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള ഉപരോധങ്ങൾ 60 ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും നീക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത് വാഷിംഗ്ടണിന്റെ കടുത്ത പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടായിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വന്നതോടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാന്റെ എണ്ണ വ്യാപാരം $US നടത്താനും അമേരിക്കൻ ഭരണകൂടം അനുമതി നൽകി. ഈ അനുമതി നൽകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് അമേരിക്കയുടെ ഏറ്റവും വലിയ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അത്രയേറെ ഈ ഇറാന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ അമേരിക്ക അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. അവർക്ക് നാണക്കേടുണ്ടായിരിക്കുകയാണ്. ട്രംപിന് യാതൊരു വഴിയുമില്ലാതെ അവസാനം അത് ആ ഒരു അനുമതി നൽകുകയാണ് ചെയ്തത്. ഈ ഒരു നയതന്ത്ര വിജയത്തോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് 3.5% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ മരവിപ്പിച്ചു നിർത്തിയിരുന്ന $12 ബില്യൺ ഫണ്ടുകൾ ഇറാന് വിട്ടുകൊടുക്കാൻ ട്രംപ് നിർബന്ധിതനായെങ്കിലും ഇത് മറച്ചുവെക്കാൻ വൻ അവകാശവാദങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഇത്തരം രീതിയിലേക്ക്, അതായത് ഇറാന് മുന്നിൽ വഴങ്ങി അല്ലെങ്കിൽ ഇറാന് മുന്നിൽ മുട്ടുമടക്കി ഇറാൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയാൻ അവർക്ക് നാണക്കേടാണ്, ട്രംപിന് നാണക്കേടാണ്. അതുകൊണ്ട് പല അവകാശവാദങ്ങളും ഉന്നയിച്ച് അത്തരം ചർച്ചകൾ കൂടുതൽ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പുതിയ ഈ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ട്രംപ് പറയുന്നത്. എന്തുകൊണ്ടാണ് യുദ്ധം, തങ്ങൾ തന്നെ സമാധാന കരാർ വേണമെന്ന് പറയുന്നു, മറുവശത്ത് അതേ ട്രംപ് തന്നെ മാധ്യമങ്ങളുടെ അടുക്കെ അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയ വഴി ഇറാനെ ഞങ്ങൾ തീർക്കും, ഇറാൻ ഞങ്ങളുടെ മുന്നിൽ വഴങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വീരവാദങ്ങൾ മുഴക്കുന്നതിന് പിന്നിൽ യഥാർത്ഥ സംഭവങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ്. കാരണം യഥാർത്ഥത്തിൽ ഇത് ചികഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു കരാർ ഇറാന്റെ കീഴടങ്ങലാണ് എന്ന് വരുത്തി തീർക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ തടഞ്ഞു വെച്ച പണം തിരികെ വാങ്ങാൻ കഴിഞ്ഞത് ഇറാന്റെ വലിയ വിജയമായിട്ടാണ് അവർ കാണുന്നത്. റിലീസ് ചെയ്ത ഫണ്ടുകൾ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥ വെച്ചും കരാർ ലംഘിച്ചാൽ മിനിറ്റുകൾക്കകം ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയും ട്രംപ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ ആഗോള എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപരോധങ്ങൾ നീക്കിയെടുക്കാൻ ഇറാന് സാധിച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളിൽ വിദേശ നിരീക്ഷകരെ പ്രവേശിപ്പിക്കുമെന്ന US വൈസ് പ്രസിഡന്റ് JD വാട്സിന്റെ വാദം ഇറാൻ പൂർണ്ണമായിട്ട് തള്ളിയും കളഞ്ഞിട്ടുണ്ട്. തങ്ങൾ അമേരിക്കയുടെ ഒരു നിബന്ധനയ്ക്ക് വഴങ്ങിയിട്ടില്ല എന്നും പുതിയ ആണവ കരാറുകളൊന്നും ഒപ്പുവെച്ചിട്ടില്ലെന്നും ഇറാന്റെ ചീഫ് നെഗോസിയേഷൻ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കുകയാണ്. ആണവ നിലയങ്ങളിൽ വിദേശ നിരീക്ഷകരെ പ്രവേശിപ്പിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഈ കരാർ തങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം അംഗീകരിച്ചുകൊണ്ടുള്ള 60 ദിവസത്തെ താൽക്കാലിക യുദ്ധവിരാമം മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയുകയും അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കടുത്ത ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഒടുവിൽ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഈ വൈറ്റ് ഹൗസിന് മുട്ടുമടക്കേണ്ടി വന്നത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നാണക്കേട് എങ്ങനെയെങ്കിലും മാറ്റുക, അല്ലെങ്കിൽ ലോകം ആ നാണക്കേട് ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആണ് ഇനി ഇവരുടെ ആവശ്യം. അതുകൊണ്ടാണ് ഈ യുറേനിയം അല്ലെങ്കിൽ യുറേനിയം നിരീക്ഷകരെ അകത്തേക്ക് കയറ്റാനുള്ള അനുമതി ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് JD വാട്സ് രംഗത്തെത്തുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങൾ ഇറാന്റെ മുന്നിൽ വില പോകില്ല. കാരണം ഇറാൻ ഈ പറയുന്ന പൊള്ളത്തരങ്ങൾക്ക് മറുപടിയായിട്ട് അപ്പോൾ തന്നെ ഈ മാധ്യമങ്ങളിലും അവർ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വന്ന് പറയാറുണ്ട്. അതായത് ഓരോ വശത്ത് അമേരിക്ക പറയുന്ന കാര്യങ്ങളല്ല സത്യത്തിൽ നടക്കുന്നത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇറാൻ മറുവശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ട്രംപ് അല്ലെങ്കിൽ വൈറ്റ്
ഹൗസോ പറയുമ്പോൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാന്റെ എണ്ണ വ്യാപാരം ഈ US ഡോളറിൽ നടത്താനും അമേരിക്കൻ ഭരണകൂടം അനുമതി നൽകി എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അമേരിക്കയുടെ ഈ ഒരു അനുമതി എന്ന് പറയുന്നത് ഒരിക്കലും ഇറാൻ അവിടെ തോറ്റു അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ട് അമേരിക്ക ഇട്ടുകൊടുത്ത ഒരു എച്ചിപ്പാത്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഇവിടെ ഇറാൻ ആണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇറാൻ വിജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഈ ഒരു യുദ്ധം നടക്കുമ്പോഴും ഇറാന്റെ ഉപാധികൾ അല്ലെങ്കിൽ ഇറാൻ എടുക്കുന്ന നിലപാടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇറാൻ എന്തുകൊണ്ടാണ് വിജയിച്ചത് എന്ന് അല്ലെങ്കിൽ വിജയം ഇറാന്റെ പക്ഷത്താണ് എന്ന് പറയാൻ കാരണം ഇന്നും ഹോർമുസ് ഭരിക്കുന്നത് ഇറാൻ തന്നെയാണ്. അതായത് ഇത്രയും യുദ്ധം നടന്നു, നേതാക്കൾ മരിച്ചു എങ്കിൽ പോലും യാതൊരു കുലുക്കവും ഇല്ലാതെ അവരുടെ നിലപാടിൽ നിന്ന് ഒരു ചുവട് അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും മാറാതെ ഇറാൻ നിലയുറപ്പിച്ചു നിൽക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇറാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഈ അമേരിക്കയിൽ മരവിപ്പിച്ചു നിർത്തിയിരുന്ന 12 ബില്യൺ ഡോളറിന്റെ ഭീമമായിട്ടുള്ള ഫണ്ടുകളാണ് ഇറാന് തിരികെ ലഭിക്കുന്നത്. ഇത് ഇറാൻ വെച്ച വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് അമേരിക്കയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അമേരിക്ക ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഈ കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ വൈറ്റ് ഹൗസ് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഇറാൻ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള കടുത്ത ഉപരോധങ്ങൾ 60 ദിവസത്തേക്ക് പൂർണ്ണമായിട്ട് നീക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. വാഷിംഗ്ടണിന്റെ കടുത്ത പരാജയമാണ് അന്താരാഷ്ട്ര ലോകം ഇതിനെ കാണുന്നത്. ഇനി സ്വിറ്റ്സർലൻഡിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും വഴങ്ങേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എണ്ണ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക അനുമതി നൽകുന്നത്. വർഷങ്ങളായിട്ട് പ്രശ്നത്തിലായിരുന്ന ഇറാന്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ അവിടെ ഒരു അനുമതി നൽകുന്നത് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ്. ഇല്ലെങ്കിൽ ഹോർമുസ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ട്രംപിനറിയാം. അതുകൊണ്ട് ട്രംപ് ഒരു നയതന്ത്ര കാര്യങ്ങളിലൂടെ ഈ കാര്യം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ വേണ്ടി നോക്കിയതാണ്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസ് തുറക്കണം, അതുപോലെ തന്നെ അമേരിക്കയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും സാമ്പത്തിക അടിത്തട്ട് ഇളകിയിരിക്കുകയാണ്, അത് എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തണം എന്നുള്ള കാര്യം ട്രംപിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാൻ പറയുന്ന ഈ കാര്യങ്ങളിലേക്ക് യെസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം ഇറാൻ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടി കഴിഞ്ഞു. അതായത് ഇറാന്റെ ആണവ നിലയങ്ങളിൽ വിദേശ നിരീക്ഷകരെ പ്രവേശിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് JD വാട്സിന്റെ വാദം ഇറാൻ ഔദ്യോഗികമായിട്ട് തള്ളിക്കളയുകയും പിന്നീട് ഇറാന്റെ ആഭ്യന്തര നിയമങ്ങൾക്കും നിലവിലുള്ള അന്താരാഷ്ട്ര കരാറുകൾക്കും വിധേയമായിട്ട് മാത്രമേ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി നിരീക്ഷകരെ അനുവദിക്കൂ എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം പണയം വെച്ചുള്ള ഒരു ആണവ നിബന്ധനകൾക്കും തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഈ ടെഹ്റാന്റെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത്. ഭൂഗർഭ തുരങ്കങ്ങളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയ ശേഖരത്തിന് മേലുള്ള തങ്ങളുടെ യുറേനിയ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ഇറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഉപരോധങ്ങൾ താൽക്കാലികമായിട്ട് നീക്കിയെടുക്കാനും യുദ്ധം ഒഴിവാക്കാനുമുള്ള 60 ദിവസത്തെ ഒരു നയതന്ത്ര നീക്കം മാത്രമാണിത് എന്ന് ഇറാൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്.